അല്ല, ഉമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞതിന് ഒരു മറുപടി പറയാത്ത എന്താ? ഓ, ഞാൻ എന്ത് പറയാനാ? നീ എന്താന്ന് വെച്ചാ പറ. എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. ഉമ്മ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. പക്ഷെ എൻ്റെ കൂടെ നിന്നാ മതി. എനിക്കറിയാം എങ്ങനെയൊക്കെ പറയണോന്ന്. നീ എന്തെങ്കിലും പറ കൊച്ചേ, ഞാൻ കൂടെ നിൽക്കാം. നീ കൂടെ പറ. നിന്റെ തീരുമാനം പോലെയൊക്കെ ആവട്ടെ. ആ, വരുന്നുണ്ട്. ആ, നീ എപ്പോ വന്നു? ആ, കുറച്ചു നേരമായി. ഇതെന്തോ കയ്യില്? ആ, ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമല്ലേ. പിന്നെ കടയിലെ പറ്റൊക്കെ തീർക്കണമായിരുന്നു. പിന്നെ അതും തീർത്തു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു അടുക്കളയിൽ. പിന്നെ ഉമ്മയുടെ മരുന്ന് ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. ഒരെണ്ണേ മേടിച്ചിട്ടുള്ളൂ. ഒരെണ്ണം കിട്ടിയില്ല. ആ, നാളെ മേടിച്ചാൽ മതി. പിന്നെ നീ ചായ കുടിച്ചോ? ആ, ഞാൻ ചായ കുടിച്ചു. എനിക്കുള്ള ചായ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. പോയിരുന്നു കുടിക്ക്. ശരി. കണ്ടല്ലോ, ശമ്പളം കിട്ടിയ ദിവസം. ആ ശമ്പളത്തിന് പകുതിയെങ്കിലും ഉമ്മക്ക് തരുന്നുണ്ടോ? അവൾ ആ ശമ്പളം കിട്ടി ഉമ്മാടെ ലയിപ്പിക്കുന്നുണ്ട്. ഉമ്മാടെ മോന്റെ ജോലിയല്ലേ അത്? ഭർത്താവ് മരിച്ചപ്പോൾ ഭാര്യയ്ക്ക് ജോലി കിട്ടും. അവൻ സർവീസിൽ ഇരുന്ന് മരിച്ചത് കൊണ്ട് അവന്റെ ഭാര്യയ്ക്ക് കിട്ടി. അവൾ എന്ത് അധികാരത്തിൽ അവളോട് നിൽക്കുന്നത്? അവളുടെ ഭർത്താവ് മരിച്ചു. സാധാരണ നാട്ടു നടപ്പ് അങ്ങനല്ല. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാർ പിറ്റേന്ന് ഓടും സ്വന്തം വീട്ടിൽ. ഇവൾ അതുപോലും ചെയ്തിട്ടില്ല. അവൾക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. പോയാൽ പിന്നെ വീടും പറമ്പും ഉടയിലിരിക്കുമോ? അവൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ കാണും. മടുത്ത് ഞാൻ അവസാനമായിട്ട് ഞാൻ പറയുക, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ നോക്കിക്കോളാം ഉമ്മായെ. അവൾ ഇവിടുന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് വീടും പറമ്പും വിറ്റ് ഉമ്മക്ക് എൻ്റെ കൂടെ വരാം. ആ ജോലി മേടിക്കണം. അതും അവിടെ നിന്ന് മേടിക്കണം. എനിക്ക് എഴുതി തരാൻ പറയണം ആ ജോലി. അങ്ങനെ അങ്ങ് സൂപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഒരു ഭാഗ്യം, ഒരു ആശ്വാസം അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട്. അന്ന് കുഞ്ഞുങ്ങളില്ലാത്ത പേരിൽ ഒരുപാട് നമ്മൾ അവളെ കുറ്റപ്പെടുത്തി. പക്ഷെ ഇപ്പം അതൊരു ഉപകാരമായി. അല്ലെങ്കിൽ എന്തേ തന്നെ ഇനിയിപ്പോൾ എനിക്കും എൻ്റെ മക്കൾക്കും ഇത് അനുഭവിക്കാനുള്ളത്. ഇതൊക്കെ അവൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അവൾക്ക് എന്താ അവകാശം ഇവിടെ? എന്തായാലും ഉമ്മ വന്നേ, നമുക്ക് ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കണം. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ഞാനിന്ന് പോകത്തുള്ളൂ. അവിടെ വീട്ടുകാരെയും വിളിച്ച് പറയണം ഇത്രയും പെട്ടെന്ന് മോളെയും കൊണ്ടുപോകാനെന്ന്. അമ്മ എണീറ്റ് വന്നേ, നമുക്ക് സംസാരിക്കാം. വാ. നീ പോവാ അങ്ങോട്ട്, ഞാൻ വരാം. ചെല്ല്. ചായ കുടിച്ചു കഴിഞ്ഞോ? എനിക്ക് ഉമ്മാക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? വേറൊന്നുമല്ല. നീ ഇങ്ങനെ ഇവിടുത്തെ ചായയും കുടിച്ചും ജോലിക്കും പോയി കാര്യങ്ങളൊക്കെ നടക്കുമോ? എനിക്കൊരു ജീവിതം വേണ്ടേ? എത്ര നാളെന്നും പറഞ്ഞ് നീ ഇവിടെ നിൽക്കുന്നത്? വിൽക്കാൻ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായില്ലേ. ഇനിയെങ്കിലും എനിക്ക് വേറൊരു കല്യാണമൊക്കെ കഴിച്ച് എനിക്ക് ജീവിച്ചൂടെ? പിന്നെ ഉമ്മാടെ കാര്യം, ഉമ്മാക്ക് ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം ഉമ്മായെ. നീ നിന്റെ വീട്ടിൽ പോയി ഒരു തീരുമാനം എടുക്കും. നിന്റെ വീട്ടുകാരടുത്ത് നിന്റെ കാര്യം നിന്റെ അടുത്ത് സംസാരിച്ചിട്ടാണ് നിന്റെ വീട്ടുകാരെ വിളിച്ച് പറയാൻ. പെട്ടെന്ന് തന്നെ എടുക്കണം തീരുമാനം. ഇവിടെ ഇങ്ങനെ നിന്ന് നിന്റെ ജീവിതം പാഴാക്കി കളയരുത്. ഉമ്മാടേയും കൂടെ തീരുമാനമാണോ ഇത്? അതെ. ഇവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇവള് പറഞ്ഞത് തീരുമാനമാണ് എനിക്കും. വേറെ തീരുമാനം എനിക്കും ഇല്ല. ഇപ്പൊ എന്താ ഇങ്ങനൊരു തീരുമാനം? എനിക്കിനി കല്യാണമൊന്നും വേണ്ട. ഇപ്പൊ കല്യാണം കഴിക്കാൻ പറ്റൊരു മാനസികാവസ്ഥയിലും അല്ല ഞാൻ. നമുക്ക് ഈ വിഷയം ഇവിടെ നിർത്താം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ പോച്ചിരുന്ന് കിടക്കട്ടെ. നീ അവിടെ നിന്നേ. നീ ഒന്നും പറയാണ്ട് അങ്ങ് പോയാലോ? ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും നീ പറഞ്ഞില്ല. നീ കല്യാണം കഴിക്കോ കഴിക്കാതിരിക്കോ അതൊക്കെ നിന്റെ തീരുമാനമാണ്. എനിക്കിപ്പോ നിന്നെ കല്യാണം കഴിച്ച് നീ സുഖമായിട്ട് ജീവിച്ച് കാണുമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. എനിക്കൊന്നും താല്പര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, ഇവിടെ നിനക്ക് എന്ത് അവകാശമാണുള്ളത്? നിന്റെ ഇക്ക എന്ന് പറയുന്നത് എൻ്റെ ആങ്ങളെയാണല്ലോ. എൻ്റെ ആങ്ങളെ മരിച്ചിട്ട് ഇപ്പൊ കുറച്ച് നാളായി. പേരിന് പോലും നിങ്ങൾക്കൊരു മക്കള് പോലും ഇല്ല.
പിന്നെ എന്ത് അവകാശമാണ് എനിക്കുള്ളത്? പിന്നെ എനിക്ക് ജോലി, ആ ജോലി സത്യത്തിൽ നിന്ന് എനിക്കല്ല അവകാശപ്പെട്ടത്, എനിക്കാണ്. എൻ്റെ ആങ്ങള മരിച്ചതാണ്, അപ്പൊ എനിക്കാണ് ആ ജോലി കിട്ടേണ്ടത്. പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ ഞാനൊന്നും മിണ്ടിയില്ലെന്നേ ഉള്ളൂ. നീ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ ജോലി എനിക്ക് തന്നെ വേണം. കാരണം നീ നാളെ സമയത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ജോലി എനിക്കുള്ള ജോലി കൊണ്ട് ജീവിക്കാനാണെന്നോ? അതും നടക്കത്തില്ല. പിന്നെ ഈ സ്വത്തിനോ വീടിനോ ഒന്നിനും എനിക്ക് അവകാശമില്ല. നിന്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ നീ തീരുമാനിക്കും. പക്ഷെ നീ ഇവിടുന്ന് ഇറങ്ങി പോയേ പറ്റത്തുള്ളൂ. ഉമ്മായെ ഞാൻ നാളെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ നീ ആരെക്കാത്താ നീ ഇവിടെ നിൽക്കുന്നേ? നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ലോകത്ത് ഒരു പെമ്പിളാരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് നീ ഇവിടെ ചെയ്യുന്നത്. ഇയാളെ ജോലി മേടിക്കുന്നു, ശമ്പളം മേടിക്കുന്നു, എന്തുവാ ഇത്? അതുകൊണ്ടേ എൻ്റെ മോളെ ഈ തീരുമാനം അങ്ങ് മാറ്റി. അതുകൊണ്ട് നീ നിന്റെ വീട്ടിൽ പോകാനുള്ള കാര്യങ്ങൾ നേക്കും. പിന്നെ ആ ജോലിയുടെ കാര്യം അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞാണ്. ആ ജോലി എനിക്ക് തന്നെ വേണം. അതെനിക്കോട് അവകാശപ്പെട്ട ജോലി അത്. അതുകൊണ്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എൻ്റെ ഉമ്മാടെ തീരുമാനം തന്നെയാണ്. ഞാനും ഉമ്മായും നാളെ തന്നെ ഇവിടുന്ന് പോകും. അതിനു മുമ്പ് തന്നെ നിന്റെ വീട്ടുകാരെ വിളിച്ച് സംസാരിച്ച് നീ നിന്റെ വീട്ടിലോട്ടും പോക്കണം. ശരി, ഇനി എൻ്റെ തീരുമാനം, ഉറച്ച തീരുമാനം ഞാൻ പറയാം. തൽക്കാലം ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനാരും ഇനി എന്തെന്ന് പറഞ്ഞാലും എനിക്ക് 2-3 കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകും. എനിക്ക് ഈ വീടിനോടോ സ്വത്തിനോടോ ഒന്നും എനിക്ക് ആർത്തിയില്ല, എനിക്കിട്ട് വേണ്ട. എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എൻ്റെ ഭർത്താവായിരുന്നു, അതെനിക്ക് നഷ്ടപ്പെട്ടു. അതിൽ വലിയ സ്വത്തുക്കൾ എനിക്കൊന്നുമില്ല. പിന്നെ ഇനി ഞാനിവിടെ എന്തിനാണ് കടിച്ചു തൂങ്ങി നിൽക്കുന്നത് നിങ്ങളത് ചോദിച്ചാൽ, ഈ വീട് കടത്തിലാണ്. ഇതിൻ്റെ പ്രമാണം വലിയ പലിശക്കാരുടെ കയ്യിൽ ഇരിക്കുകയാണ്. അതെടുക്കണം. അത് കുറച്ച് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാൾ സമ്മതിച്ചിരിക്കുകയാണ്. മുതലും പലിശ ഒന്നിച്ച് കൊടുക്കാൻ ഇപ്പം എൻ്റെ കയ്യിലില്ല, പറ്റത്തില്ല. കുറച്ചേ കൊടുത്താൽ മതിയെന്ന് അയാൾ സമ്മതിച്ചതുകൊണ്ട് കിട്ടുന്ന കാശ് മുഴുക്കെ ഞാൻ അവിടെ കൊണ്ടു കൊടുക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ചിലവും കാര്യങ്ങളും അത് ഞാൻ വേറെ ജോലിയും കൂടെ നോക്കുന്നുണ്ട്. ആഴ്ചയിൽ ഞാനൊരു വീട്ടിൽ പോകുന്നുണ്ട്, തൂക്കാനും തുടയ്ക്കാനും ഒക്കെ. അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഞാൻ. ഇതൊന്നും ഉമ്മായെയും പെങ്ങളെ ഒന്നും അറിയിപ്പിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരാരും വിഷമിപ്പിക്കരുത്. വാപ്പ മരിച്ചതിന് ശേഷം ഒരു ബുദ്ധിമുട്ട് അറിയാതെയാണ് നിങ്ങളെ രണ്ടുപേരെ നോക്കിയത്. പിന്നെ ഇടയ്ക്കും വേണ്ട സ്വർണങ്ങളൊക്കെ ചോദിച്ചല്ലോ, ഞാൻ എന്ത് ചെയ്തെന്നു? എൻ്റെ വീട്ടുകാർക്ക് കൊടുത്തു. അതെൻ്റെ വീട്ടുകാർക്കല്ല കൊടുത്തത്. ഇവിടെ കല്യാണം കഴിഞ്ഞ് ഇവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടോ ആവശ്യങ്ങളോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. അവൾക്ക് വേണ്ടിയിട്ടാണ്, അവൾക്ക് വസ്തു മേടിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സ്വർണ്ണം അവൾക്ക് കൊടുത്തത്, വിറ്റാണ് കൊടുത്തത്. എനിക്കതിലൊന്നും വലിയ പരാതിയൊന്നുമില്ല. പക്ഷേ ഞാൻ കണ്ടതുപോലല്ല നിങ്ങൾ എന്നെ മനസ്സിലാക്കിയത് എനിക്കിപ്പം മനസ്സിലായി. പിന്നെ ഉമ്മായി പൊന്നും പോലെ നോക്കണമെന്ന് എപ്പോഴും പറയും. ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തത്. ഉമ്മക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ നീ ചോദിച്ചത് അതെനിക്ക് തരാൻ പറ്റത്തില്ല. നീ എൻ്റേതെന്ന് മാത്രം പറയാനായിട്ട് എനിക്ക് അതേ ഉള്ളൂ. എനിക്കത് തന്നെ വേണം. മോളെ, ഞാൻ ഇവളെന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഞാനും അതിൽ സാരമില്ല അമ്മ, കുഴപ്പമില്ല. എല്ലാവരും ചിന്തിക്കുന്ന പോലെ നിങ്ങളും ചിന്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞാൽ ഈ പ്രമാണം കിട്ടിക്കഴിഞ്ഞാൽ ഉമ്മയുടെ കയ്യിൽ തന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകും. പിന്നെ നിങ്ങൾ കല്യാണം, അതിന് എൻ്റെ ജീവിതത്തിന് ഇനി ഉണ്ടാവില്ല. എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളുമായിട്ട് ഞാൻ ജീവിച്ചോളാം. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് ചെയ്തു തന്നാൽ മതി. എപ്പോഴെങ്കിലും വല്ലപ്പോഴെങ്കിലും എനിക്ക് ഉമ്മയെ കാണാനുള്ള 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, അത് മാത്രം നിങ്ങൾ എനിക്ക് തന്നാൽ മതി.